ഹായ് ഹലോ. ഇന്ന് എൻ്റെ മകൻ്റെ സ്കൂളിൽ പോകാത്ത അവന് എഗ് റൈസ് വേണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, സവാള, തക്കാളി, 3 മുട്ട, ജീരകശാല അരി 1 ഗ്ലാസ്. അതിന് വേണ്ട മസാലകൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാല, കുരുമുളക് പൊടി. പിന്നെ റൈസിന് വേണ്ട പട്ട, ഗ്രാമ്പു, ഏലക്ക, ലീഫ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ലീഫ്, 2 ഗ്രാമ്പു, 1 ഏലക്ക ഇതിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് അതിലേക്ക് അരിക്ക് വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ജീരകശാല അരി ചേർത്ത് വേവിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചി നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന് ഇടുക. അതിനുശേഷം അതിലേക്ക് 3 സവാള അരിഞ്ഞ് വെച്ചിരുന്നതും ചേർത്ത് അതിലേക്ക് ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ നേരത്തെ റൈസിന് ഉപ്പിട്ടത് കൊണ്ട് ആ ഉള്ളി വഴന്ന് വരേണ്ട സാൾട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ശകലം ഉപ്പ് മതി അതിന്. ഉപ്പ് വഴറ്റിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഉള്ളിയുടെ കളറൊന്നും മാറി വരണം, ബ്രൗൺ കളറാവണം. ഇപ്പോൾ ഉള്ളിയുടെ കളറ് മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 1 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തക്കാളി നല്ലതുപോലെ വഴന്ന് വന്ന് നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന പരുവാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളെ തക്കാളിയും സവാളയെല്ലാം ഒരുവിധം പരുവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടിയും മസാല കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് 4ഉം കൂടി അതിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമുക്ക് പയ്യെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. നല്ല പച്ചമണം മാറുന്നത് പോലെ ഇളക്കണം കേട്ടോ. അതിനുശേഷം സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3 കോഴിമുട്ട അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനകത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടും. തീ കൂട്ടി വയ്ക്കരുത്, അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തീ കൂട്ടി വയ്ക്കരുത്. നല്ലതുപോലെ ഇളക്കി മുട്ട ചിക്കി ഇപ്പോൾ ദാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഉപ്പ് എല്ലാം ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഞാൻ ഉപ്പെല്ലാം ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തീ വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. റൈസ് ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം അടിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കിക്കോണം. നല്ലതുപോലെ അടിക്ക് പിടിക്കാതെ ഇളക്കി നല്ലതുപോലെ ഇതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തീ ലോ ഫ്ലെയിമിലിടുക. ഇതിലേക്ക് പിന്നീട് ഒരു നുള്ള് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ഇഷ്ടമാവുന്നവർക്ക് മാത്രം മതിയാവും. എൻ്റെ മോന് ടേസ്റ്റ് ഇഷ്ടമാകുന്നത് ഞാൻ നെയ്യും കൂടെ ചേർത്ത് അവന് ഉച്ചയ്ക്കുള്ള ഊണ് റെഡിയാക്കി കൊടുത്തു.
അവന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൻ്റെ അഭിപ്രായം ഒന്ന് കേട്ട് നോക്കാം.